തീയിൽ കുരുത്തത് വെയിലേറ്റു വാടില്ല. ജീവിതത്തിൽ ദാരിദ്ര്യവും അടിക്കടി പരാജയവും ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരുന്നു എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിന് 7 വയസ്സുള്ളപ്പോൾ അവർ താമസിച്ചിരുന്ന ഭവനത്തിൽ നിന്നും അവർ ഇറങ്ങിപ്പോകേണ്ടി വന്നു. 9-ാം വയസ്സിൽ മാതാവ് നിര്യാതയായി. വീട് പുലർത്തുവാൻ കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്നു. 22-ാം വയസ്സിൽ തൻ്റെ ജോലി നഷ്ടപ്പെട്ടു. മറ്റൊരു പാർട്ട്ണറോടൊപ്പം ഒരു ബിസിനസ് ആരംഭിച്ചു. എങ്കിലും ആ ബിസിനസ് വലിയ കടത്തിൽ അവസാനിച്ചു. വിവാഹ ജീവിതവും പരാജയമായി തീർന്നു. അമേരിക്കയുടെ സെനറ്റ് അംഗമാകുവാൻ പല പ്രാവശ്യം മത്സരിച്ചെങ്കിലും വിജയിക്കാനായില്ല. സ്നേഹിതരും അഭ്യുദയകാംക്ഷികളും കൈവിട്ടു. പക്ഷേ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസവും തളരാത്ത സ്ഥിരോത്സാഹവും അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചു. 51-ാം വയസ്സിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധം ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. എന്നാൽ അത് വിജയകരമായി പരിഹരിക്കുവാൻ കഴിഞ്ഞു. ഈ പ്രതിസന്ധികൾ എബ്രഹാം ലിങ്കനെ മഹാനായ പ്രസിഡന്റാക്കി തീർത്തു എന്ന് പറയുന്നതിൽ തീരെ അതിശയോക്തിയില്ലല്ലോ. പ്രതിസന്ധികളില്ലാത്ത ഒരു ജീവിതവുമില്ല. ജീവിതത്തിന് കരുത്തേകുന്നതിന് പ്രതിസന്ധികൾ പോലെ സഹായകരമായ മറ്റൊന്നുമില്ല. തീയിൽ കുരുത്തത് വെയിലിൽ വാടുകയില്ല എന്ന് കേട്ടിട്ടില്ലേ? കഷ്ടങ്ങളാണ് സഹിഷ്ണുത നൽകുന്നത്. ദാരിദ്ര്യം ജീവിതത്തെ ഉത്കൃഷ്ടമാക്കുന്നതാണ്. വേദനയാണ് ജീവിതത്തിന് ബലം നൽകുന്നത്. ഭയമാണ് ധൈര്യമുള്ളവരാകാൻ ശക്തി തരുന്നത്. ചുരുക്കത്തിൽ ഏതു പ്രതിസന്ധികളും ജീവിതത്തിന് അനുഗ്രഹമാണ്. എന്നാൽ ധനസമൃദ്ധിയും സുഖോല്ലാസങ്ങളും നമ്മെ നശിപ്പിക്കുന്ന വസ്തുതകളാണ് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. കടുത്ത വ്യായാമ മുറകൾക്ക് വിധേയപ്പെടുന്നവരാണ് ശാരീരികമായ ശക്തി ആർജിക്കുന്നത്. കഠിന തപസ്സുകളാണ് മനഃശക്തി നേടുന്നതിന് മഹർഷിമാർ സ്വീകരിച്ചിരുന്ന മാർഗം. ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതിന് ഭക്ഷണം എന്നതുപോലെ പ്രധാനമാണ് ഉപവാസവും. അമിത ഭക്ഷണം ശാരീരിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ. അപമാനിക്കപ്പെടുമ്പോഴാണ് നാം സ്ഥൈര്യമുള്ളവരായിത്തീരുന്നത്. രോഗാണുക്കളുടെ സാന്നിധ്യമാണ് പ്രതിരോധശക്തി വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്നത്. പല വാക്സിനുകളും ലഘുവായ വിധം രോഗങ്ങളെ സൃഷ്ടിച്ച് അവയെ ചെറുത്തു നിൽക്കാൻ പ്രാണശക്തിയെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് കഠിന രോഗങ്ങളെ ചെറുക്കുവാൻ നാം പ്രാപ്തരാകുന്നത്. അപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള കഷ്ടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും അപമാനങ്ങളുമെല്ലാം നമ്മെ ശക്തിപ്പെടുത്തുന്നതിന് എന്തുമാത്രം പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർക്കാം. അതിനാൽ അവയുടെ മുൻപിൽ പതറാതെ അവയിലൂടെയൊക്കെ ധൈര്യമായി നമ്മെ നടത്തുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് സ്ഥിരോത്സാഹത്തോടെ നമുക്ക് പ്രവർത്തന സജ്ജരാകാം.